അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തുണ്ടാകും. അത് ഓരോന്നിനോടും യോജിച്ചതിന് നേരെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് മൻ ദസാഹ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ലഹുദ്ദീൻ, അല്ലെങ്കിൽ ബി ഖുലുഖിൻ ഹസനിൻ നാവാണ്, ഫ അഹസിൻ ഖുലുഖി സ്ത്രീകളെയാണ്. അപ്പോൾ മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നാമത്തതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നരകത്തിൽ കൂടുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് ആരെയാണ്? സ്ത്രീകളെയാണ്. അപ്പോൾ അവിടെ സ്ത്രീകളെയാണ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. മൻ ദസാഹ എന്നുള്ളത് എടുത്തെഴുതുക. അതുപോലെ നാലാമത്തത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. അപ്പോൾ ലഹുദ്ദീന എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത്, ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. അപ്പോൾ ബി ഖുലുഖിൻ ഹസനിൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി അവസാനത്തത് ആറാമത്തത്, അല്ലാഹുമ്മ ഹസ്സിൻത ഖൽഖി. അല്ലാഹുമ്മ ഹസ്സിൻത ഖൽഖി ഫ അഹ്സിൻ ഖുലുഖി. അവിടെ ഫ അഹ്സിൻ ഖുലുഖി എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 3 വീതം എഴുതാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തത്, സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ 3 എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറയ്ക്കുക, അതുപോലെ നന്ദി ഉള്ളവരാവുക, സത്യസന്ധത, അതുപോലെ പാപങ്ങൾ വെടിയുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 3 അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, മനസ്സിൻ്റെ രോഗങ്ങൾ. അപ്പോൾ മനസ്സിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ് 3 അവിടെ എഴുതാനാണ്. ഏതെല്ലാമാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ. ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് നാവിൻ്റെ ദോഷങ്ങൾ. ഏതൊക്കെയാണ് നാവിൻ്റെ ദോഷങ്ങൾ? ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, അതുപോലെ പരിഹസിക്കൽ. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും പൂരിപ്പിച്ച് എഴുതുക. ഒന്നാമത്തത്, നാവുണ്ടാക്കുന്ന അപകടങ്ങൾ. അപ്പോൾ നാവുണ്ടാക്കുന്ന അപകടങ്ങൾ ഡാഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് വളരെ വലുതാണ് എന്നുള്ളതാണ്. നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. രണ്ടാമത്തത്, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക ഡാഷ്. എന്താണ്? അതാണ് ഖൽബ്. അപ്പോൾ അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക, അതാണ് ഖൽബ്. ഇനി മൂന്നാമത്തത്, ഒരു അമല് കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ്. അപ്പോൾ ഒരു അമല് കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്, അത് ഇഖ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു ഡാഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തത്, ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അവിടെ സൽക്കർമ്മം ചെയ്യുക എന്നുള്ളതാണ് എഴുതാനുള്ളത്. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ഇനി നാലാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം.
അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തത് സൽ സ്വഭാവം. അപ്പോൾ സൽ സ്വഭാവം എന്നുള്ളത് എന്താണ് നോക്കാം. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽ സ്വഭാവം എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? ഉത്തരം അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്. അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ഇനി മൂന്നാമത്തത് തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ്? ഉത്തരം ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കുന്നതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും കൃത്യമായ ഉത്തരം എഴുതുക. ചോദ്യം 1, നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയുള്ളതാവണം? ഉത്തരം നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അപ്പം നിഷ്കളങ്ക ഹൃദയത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ ഇബാദത്തുകളും. രണ്ടാമത്തെ ചോദ്യം, കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് ആരെ സംബന്ധിച്ചാണ്? കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് ആരെ സംബന്ധിച്ചാണ്? ഉത്തരം 2 ആൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട്? ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പം കേട്ടതൊക്കെ പറയുമ്പോൾ അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് കേട്ടത് മുഴുവൻ പറയരുത് എന്ന് പറഞ്ഞത്. നാലാമത്തെ ചോദ്യം, സൽ സ്വഭാവികളെ നാം കൂട്ടുകാരാക്കണം. കാരണം എന്ത്? കാരണം എന്താണ്? സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് പങ്കുണ്ട്. അപ്പോൾ സ്വഭാവം രൂപീകരിക്കുന്നതിൽ നല്ല സ്വഭാവം ആവണോ അല്ലെങ്കിൽ മോശ സ്വഭാവം ആകണോ എന്ന് തീരുമാനിക്കുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നല്ലവരോട് കൂടെ കൂടിയാൽ നല്ല സ്വഭാവമാകും, ചീത്ത കൂട്ടുകെട്ടിൽ കൂടിയ കഴിഞ്ഞാൽ നമ്മളും ചീത്ത സ്വഭാവക്കാരാകും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? സൽസ്വഭാവികളെ നാം കൂട്ടുകാരാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവസാനത്തെ 6ാമത്തെ പ്രവർത്തനമാണ് ക്രമത്തിലാക്കാം. ഒരു ചോദ്യമാണ് കഅന്നക തറാഹു ഫഇന്നഹു യറാക അൻ തഅബുദല്ലാഹ ഫഇൻ ലം തകുൻ തറാഹു. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.